ഈ അധ്യക്ഷവേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ കോൺഗ്രസ് നേതാക്കന്മാരെ, നല്ലവരായ സഹപ്രവർത്തകരെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, ശബരിമലയിലെ കോടിക്കണക്കിന് രൂപ വിലയുള്ള കിലോ കണക്കിന് സ്വർണം അടിച്ചു മാറ്റി പകരം അവിടെ ചെമ്പ് സ്ഥാപിച്ച പ്രതികളെ മുഴുവൻ പേരെയും നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലും ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലും ഇതിനോടകം ഇവിടെ പി സി വിശ്വനാഥ് ചൂണ്ടിക്കാട്ടിയതുപോലെ സമര പരമ്പരകളും ജാഥകളും നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ എല്ലാം ഫലമായിട്ടാണ് കേരളത്തിലെ ഗവൺമെൻറ് അറച്ചാണെങ്കിലും മടിച്ചാണെങ്കിലും ഹൈക്കോടതിയുടെയും മാധ്യമങ്ങളുടെയും എല്ലാം പ്രത്യേകമായ താൽപ്പര്യവും ശ്രദ്ധയും ശബരിമലയിലെ കോടികൾ കൊള്ള ചെയ്ത പ്രതികൾക്കെതിരെ ഉയർന്നു എന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ചുരുക്കം ചില പ്രതികളെയെങ്കിലും അറസ്റ്റ് ചെയ്യാൻ കേരള ഗവൺമെൻറ് നിർബന്ധിതരായിട്ടുള്ളത്. ഇന്നലെയും ഇന്നുമായിട്ട് നമ്മൾ അറിയുന്ന കാര്യം, ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷണറും പ്രസിഡന്റുമായിരുന്ന, മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്ന, മന്ത്രിമാരുടെ സെക്രട്ടറി ആയിരുന്ന, പാർട്ടിയുടെ വിവിധ കമ്മിറ്റികളിൽ ഭാരവാഹിയായിരുന്ന, പാർട്ടിയുടെ നിയമോപദേശകനായിരുന്ന, ഒരു ഘട്ടത്തിൽ നമുക്കറിയാം വിജിലൻസിൻ്റെ നിയമ പാലകനായി പോലും പാർട്ടി നിയോഗിച്ച വ്യക്തിയെയാണ്, വാസുവിനെയാണ് ഈ കേസിൽ പ്രതിസ്ഥാനത്ത് ചേർത്തുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതി അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു, കള്ളന്മാർ കപ്പലിൽ തന്നെ ഉണ്ട് എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യമേ തന്നെ പറഞ്ഞ കാര്യമാണ്. കപ്പലിൽ നിന്ന് കള്ളന്മാരെ ഒന്നൊന്നായി പിടികൂടണം. ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ ഇടനിലക്കാരായ ഉണ്ണികൃഷ്ണൻ പോറ്റിയോ മാത്രമായിട്ട് ശബരിമലയിലെ കോടിക്കണക്കിന് വിലയുള്ള, വിശ്വാസത്തിൽ ഏറെ, അതിനേക്കാൾ പണത്തിൻ്റെ വിലയേക്കാൾ വിശ്വാസത്തിൻ്റെ വില നമുക്കറിയാം, ഏറെ വിശ്വാസമൂല്യമുള്ള ഈ ശബരിമലയുടെ ആരാധന വസ്തുക്കൾ അവിടെ നിന്ന് അഴിച്ചു മാറ്റി അത് ചെന്നൈയിലെത്താൻ കോടതിയുടെ നിരീക്ഷണത്തിൽ തന്നെ പറയുന്നു 1 മാസവും 9 ദിവസം കൊണ്ടാണ് അത് ചെന്നൈയിലെത്തിയത് എന്ന് പറഞ്ഞാൽ, ഉണ്ണികൃഷ്ണൻ പോറ്റി അത് വിമാനത്തിലല്ല കൊണ്ടുപോയത്, അത് ട്രെയിനിലോ കാറിലോ ലോറിയിലോ അല്ല, പദയാത്രയായിട്ടാണോ ഈ ശബരിമലയിലെ സ്വർണം ചെന്നൈയിലേക്ക് എത്തിച്ചത് എന്നറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. പദയാത്രയായിട്ട് പോയാൽ പോലും 39 ദിവസം വേണ്ടി വരില്ല. കാരണം എന്താണ് ഈ 39 ദിവസം എടുത്തത്? ഈ സ്വർണം മാറ്റി മറ്റുള്ളവർക്ക് വിറ്റ് കോടികൾ സമ്പാദിച്ച് അതിന് പകരമായിട്ട് ഏതാണ്ട് അതേ രൂപത്തിലുള്ള ചെമ്പ് അവിടെ സ്ഥാപിക്കണം. ആ ചെമ്പ് ഒരുക്കുന്നത് വരെയും അവർ സമയമെടുത്തു. അതുകൊണ്ടാണ് കോടതി നിരീക്ഷണത്തിൽ തന്നെ പറഞ്ഞത് 1 മാസവും 9 ദിവസവും എടുത്തു എന്നാണ് പറഞ്ഞത്. കോടതി മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. 1-ാം പ്രതിയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ കോടതി പറഞ്ഞ ഒരു കാര്യം, ഇത് 2019 മുതൽ 25 വരെയുള്ള നാളുകളിലാണ് ഈ കൊള്ളയ്ക്ക്, കളവിന്, ഗൂഢാലോചനയ്ക്ക്, വിശ്വാസവഞ്ചനയ്ക്ക് പ്രതികൾ ഒരുങ്ങി ആ നടപടികൾ, കുറ്റകരമായ ആ കാര്യങ്ങൾ ചെയ്തത് 2019 മുതൽ 25 വരെയുള്ള കാലത്താണ്. അതുകൊണ്ട് ഈ 2 കാലഘട്ടങ്ങളിലെയും ദേവസ്വം ബോർഡിൻ്റെ ഭാരവാഹികൾക്കും ദേവസ്വം മന്ത്രിമാർക്കും ഇതിൽ നിയമപരമായും ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം, അതിൽ നിന്ന് അവർക്ക് ഒരു കാരണവശാലും ഒളിച്ചോടാനോ രക്ഷപ്പെടാനോ കഴിയില്ല. കോടതിയുടെ നിരീക്ഷണമില്ലായിരുന്നുവെങ്കിൽ ഹൈക്കോടതിയുടെ 3 ഉത്തരവുകൾ വന്നു. കഴിഞ്ഞ മാസം 6-ാം തീയതി ഞങ്ങൾ എല്ലാവരും അത് ജനങ്ങളുടെ മുൻപിൽ വിശദീകരിച്ചതാണ്. വാർത്താ സമ്മേളനങ്ങളിലും നമ്മളുടെ സമര ജാഥകളിലുമെല്ലാം വിശദീകരിച്ചതാണ്. ഹൈക്കോടതി അന്നേ തന്നെ പറഞ്ഞിരുന്നു, ഇത് ഗൗരവമേറിയ ഗൂഢാലോചനയാണ്. 19 മുതൽ 25 വരെയുള്ള കാലഘട്ടങ്ങളിൽ നടന്ന സംഭവങ്ങൾ കുറ്റകൃത്യങ്ങളുടെ കണ്ണിയാണ്. ആ കുറ്റകൃത്യങ്ങൾ കേവലം ഉദ്യോഗസ്ഥന്മാരിൽ മാത്രം ആരോപിക്കാൻ കഴിയില്ല. രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ, ഭരണ നേതൃത്വത്തിൻ്റെ വലിയ പങ്കാളിത്തം അതിലുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആതിഥേയത്വം സ്വീകരിച്ചവരുണ്ട്, പോറ്റിയിൽ നിന്ന് പങ്കുപറ്റിയവരുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ഇതിൽ പ്രതികളായിട്ട് വരേണ്ടവരാണ്. കേവലം വാസുവല്ല, നിരവധി വാസുമാർ
ഇനിയും ജയിലിൽ പോകേണ്ടവരുണ്ട് എന്ന് ഐക്യജനാധിപത്യ മുന്നണിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കേരളത്തിലെ വിശ്വാസ സമൂഹവും ഒന്നടക്കം ഇതിനോടകം തന്നെ സൂചിപ്പിച്ച കാര്യമാണ്. മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? ചില പെശകുകൾ സംഭവിച്ചിട്ടുണ്ട്, ചില പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഈ കേസിനെ ഒതുക്കി തീർക്കാനും ലഘൂകരിക്കാനുമാണ് കേരള മുഖ്യമന്ത്രി ശ്രമിച്ചത് എങ്കിൽ ഹൈക്കോടതി വീണ്ടും വിശദമായിട്ട് തലനാരിഴ കീറി ഓരോ ഘട്ടത്തിലും 2-3 ഘട്ടങ്ങളിലായി ഉത്തരവുകൾ പുറപ്പെടുവിച്ചുകൊണ്ടാണ് കേരള ഹൈക്കോടതി ഇതിൽ എത്ര സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട്, വിജയമല്യ ആരാധകൻ എന്ന നിലയിൽ, വിശ്വാസി എന്ന നിലയിൽ നൽകിയ സ്വർണം എത്ര കിലോയായിരുന്നു, ആ കിലോ സ്വർണത്തിൽ എത്ര സ്വർണം അവിടെ അവശേഷിക്കുന്നുണ്ട്, എത്ര സ്വർണം കട്ടെടുത്തു, ആർക്ക് വിറ്റു, എവിടെ കൊടുത്തു, എത്ര പൈസ സ്വീകരിച്ചു. സാധാരണ ഒരു സ്വർണ്ണക്കടയിൽ നിന്ന് 1 പവൻ മോഷ്ടിച്ചാൽ പോലീസ് സ്വീകരിക്കേണ്ട അന്വേഷണ നടപടിയുടെ ഭാഗമായി ഈ കാര്യങ്ങളെല്ലാം ചെയ്യണം. തൊണ്ടി മുതൽ അത് എത്ര വിലയുള്ളതാണെങ്കിലും ഇല്ലെങ്കിലും അത് കണ്ടെടുക്കണം. ശബരിമല കേസിൽ 1.5 മാസമായിട്ട് കേരള പോലീസ് അന്വേഷിക്കുമ്പോഴും ഇതിലെ നഷ്ടപ്പെട്ട തൊണ്ടി മുതൽ സ്വർണം എവിടെ, ആർക്ക് വിറ്റു, എത്ര രൂപ സമാഹരിച്ചു, അങ്ങനെ ഒരു കുറ്റകൃത്യത്തിലെ അതിൽ പണം സമ്പാദിച്ചുവെങ്കിൽ അതുൾപ്പെടെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരേണ്ട കാര്യങ്ങളാണ്. ഗവൺമെൻറ് കള്ളന്മാർക്ക് കൂട്ടുനിൽക്കുകയാണ്, കള്ളന്മാരുടെ കൂടെയാണ്, കള്ളന്മാർക്ക് കഞ്ഞി വെക്കുന്ന ഗവൺമെൻറ്റാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. അതുകൊണ്ടാണ് ഐക്യജനാധിപത്യ മുന്നണിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ശബരിമലയിലെ ഈ കൊള്ള അത് അന്വേഷിച്ച് കുറ്റവാളികളെ ശിക്ഷിക്കാൻ അവസരമൊരുക്കണമെന്നാവശ്യപ്പെട്ട് പത്തനംതിട്ടയിൽ ഏറ്റവും ശക്തമായ ഒരു വിശ്വാസ സംഗമം നമ്മൾ സംഘടിപ്പിച്ചു. ബഹുമാനായ ശ്രീ കെ മുരളീധരനും കൊടിക്കുന്നേൽ സുരേഷും അടൂർ പ്രകാശും ബെന്നി ബെഹനാനും നയിച്ച 4 ജാഥകൾ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ അത് പന്തളത്ത് വളരെ ഗംഭീരമായ ജനപങ്കാളിത്തത്തോടെ അത് സമാപിച്ചു. നമ്മളുടെ ആവശ്യങ്ങൾ അതിശക്തമായി നിയമസഭാ സമ്മേളന കാലത്ത് ശബരിമലയിലെ ഈ കൊള്ളയ്ക്കെതിരെ കേരളത്തിലെ പ്രതിപക്ഷം അതിശക്തമായ സമരമുഖങ്ങൾ ശബ്ദമുയർത്തി. പക്ഷേ ഗവൺമെൻറ് ഇപ്പോഴും പ്രതികളെ സംരക്ഷിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ സെക്രട്ടേറിയറ്റ് മാർച്ച് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആഹ്വാനം ചെയ്ത് സംഘടിപ്പിച്ചത്. അതിനിടയിലാണ് മിനിഞ്ഞാന്ന് ഇലക്ഷൻ കമ്മീഷൻ കേരളത്തിലെ ഇലക്ഷൻ പ്രഖ്യാപിച്ചു. പക്ഷേ ഇലക്ഷൻ പ്രഖ്യാപിച്ചെങ്കിൽ പോലും ഇത് ഏറ്റവും ന്യായയുക്തമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള കളവ് മുതൽ തിരിച്ചെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള, കള്ളന്മാരെ മുഴുവൻ പേരെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെടുന്ന ഒരു ധർമ്മസമരമായതുകൊണ്ടാണ് തികച്ചും സമാധാനപരമായി KPCCയുടെ നേതൃത്വത്തിൽ ഈ മാർച്ചും ധർണയും സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ പങ്കെടുത്ത മുഴുവൻ പ്രവർത്തകന്മാർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. സർക്കാരിൻ്റെ മുൻപിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി വീണ്ടും ശക്തമായി ആവശ്യപ്പെടുന്നു, തെരഞ്ഞെടുപ്പിൻ്റെ മറവിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാമെന്ന് കരുതേണ്ട. കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ കുറ്റവിചാരണ ചെയ്യും. ഈ കള്ളന്മാരെ ജനകീയ കോടതിയിലും നിയമകോടതിയിലും ശിക്ഷിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. നമസ്കാരം. ജയ് ഭാരത്.